ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഏകദേശം ഓരോ റൂമിലും ഓരോന്ന് വെച്ചുണ്ടാവുന്നതാണല്ലോ ഈ ഒരു ബൾബ്. ഈ മഹാനെ നമുക്ക് കടക്കാരൻ പെട്ടിയിലൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. എന്നാൽ ഇതേ മഹാനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പെട്ടീനെ നമുക്ക് വീട്ടിലുള്ള തൊടുവിലുള്ളതും കണ്ടെടുക്കാം. പാവം. എന്നാൽ നമുക്ക് ഇതിനെ ഉള്ളിൽ തന്നെ വെക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മളെ ബൾബ് പെട്ടീനെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള കുറേ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങിട്ട് വെട്ടിക്കളയുക. പിന്നെ നമ്മളിതിനെ പെയിൻ്റ് അടിച്ചെടുക്കണം. ഈ പെയിൻ്റ് അടിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കുക എന്നുള്ളതിനോടാണ് ഞാൻ യോജിക്കുന്നത്. ഇല്ലെങ്കിൽ അത്രയും പെയിൻ്റ് അങ്ങോട്ട് മിസ്സായി കിട്ടും. മിസ്സായി കിട്ടണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ദെൻ അതിൻ്റെ ഒരു സൈഡിൽ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ പ്രവണത ആരംഭിക്കുക. എന്നത് കട്ട് ചെയ്തെടുക്കുക. ഇനിയൊന്നുമില്ല, എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ ഫെവിക്കോളിനെ നെക്കി പീച്ച് ഞാൻ അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഓട്ടപ്പെട്ടിയെല്ലാം ആയിട്ടുള്ളൂ. അതിനുള്ളിലേക്ക് എന്തെങ്കിലും ഇട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറും പാടെ ഒട്ടിച്ചു കൊടുക്കുക. കഷ്ടം. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കണ്ട ആരെങ്കിലും പറയുമോ ബൾബ് പെട്ടിയാണെന്ന്? സത്യത്തിൽ ഞാൻ അതൊരു പെൻ ഹോൾഡർ ആക്കാനൊക്കെയാണ് വിചാരിച്ചിരുന്നത്. കുറച്ചുകൂടി വലിയ പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാമായിരുന്നു. പക്ഷെ ഇത് കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ഓയിൻമെൻറ്റ്, തുള്ളി മരുന്ന്, ഗുളിക, വിക്സ്, ഫെവിക്കോള് ഒക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇതിലിട്ടു. എനിക്കിതിൽ വലിയ സാറ്റിസ്ഫാക്ഷനൊന്നും ഇല്ല കേട്ടോ. എന്നാലും എന്നും കാണാതായി പോകുന്ന അവിടെ ഇവിടെയും പരന്ന് കിടക്കണ ഓരോ ഗുളിക, പാരസെറ്റാമോള്, മരുന്ന് ഒക്കെ ഒരു ബൾബ് വെട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നത് തന്നെയല്ലേ നല്ലത്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവർക്കും ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ കാണാം.